നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വെന്നൂർ കാപ്രാടുള്ള ഹീറോ സലാം കാ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹീറോ ഓഫറുകൾ? നല്ല ഓഫർ. നമ്മൾ പഴയ ആദ്യം ചെയ്തതൊക്കെ ഒരുവിധം എല്ലാം പോയോ എല്ലാം. എന്നിട്ട് ഇപ്പൊ കുറച്ച് പുതിയ സ്റ്റോക്ക് കയറിയുന്നുണ്ട്. ഓക്കെ, ഇനോഗ്രേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? തുടക്കം അടിപൊളിയായിരുന്നു. എന്റെ ഫോണിന് ഒരു ഒഴിവുണ്ടായില്ല. ആയിക്കോട്ടെ, ഇപ്രാവശ്യത്തെ സ്കീം എന്താ? ഓഫർ എന്താ ഉള്ളത്? സ്കീം ഓഫർ കാര്യമായിട്ട് ഓഫർ ഇല്ല. അല്ല, നമ്മള് വില കുറച്ചുള്ള ഇട്ടിട്ടുള്ളത്. ഓക്കെ, ആ വില തന്നെ. അതിൽ കുറച്ച് കഴിഞ്ഞ വീഡിയോയില് ഉള്ളതിൽ ഒരു 5 രൂപ കുറച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പുതിയ സ്റ്റോക്കിൽ പുതിയ മെയിൻ ഓഫറുകൾ ഉണ്ടാവില്ലേ? ആ ഓഫറുകൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ല, തന്നെ ഓഫറാണ്. സ്ഥലം വേറെ ഓഫറൊക്കെ കൊടുക്കാൻ പറ്റുമോ? ആ ഓഫർ തന്നെ ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ. എന്താ മോഡൽ? 5 രൂപ പോക്കറ്റ് മണിയും കിട്ടും. ആണ് 2013 മോഡൽ. വരണ ഡീസലോ പെട്രോളോ? ഡീസൽ. ഓക്കെ, ഇത് 1.4 ആണോ 1.6 ആണോ? 1.4. 1.4 വരണ. വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ബാക്ക് ക്യാമറ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അലയുണ്ട്. അലയൊക്കെ കയറ്റിയതാണ് തോന്നുന്നു. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ആണ്. ഒരു ഇൻബിൽട്ട് ചെറിയൊരു കുട്ടി LCD സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2013 വരണ 1400 cc-ന്റെ അത് 18, 20, 22 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന മാനുവൽ വണ്ടി. അപ്പൊ നിലവിൽ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നുമില്ല. ചോദിക്കണ്ട. റേറ്റ് എത്ര? ഫുൾ ലോൺ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ലോൺ കിട്ടുന്നത് നമ്മളിവിടെ ആദ്യം ചോദിച്ചിട്ട് 4,400 ആയിരുന്നു. 3,400 ഇപ്പൊ നമുക്ക് 3-ന് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് 2013 മോഡൽ നമുക്ക് ലോണും കയറ്റി കൊടുക്കാം. അതിന് മുകളിൽ കയറുമോ? അത് കയറാൻ ട്രാക്ക് എന്തുണ്ടെന്ന് നമുക്ക് കയറ്റി കൊടുക്കാം. മാക്സിമം ലോണും കിട്ടും അല്ലേ? അടുത്തത് ഇത് 2016 KUV. പെട്രോൾ ആണ് ഡീസൽ? ഡീസൽ KUV 20-ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നതാണ്. അതെ. വേരിയന്റ് ഏതാ? വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ഓട്ടോമാറ്റിക് AC. ഹൈബ്രിഡ് നമ്മളെ സിഗ്നലിലൊക്കെ ന്യൂട്രൽ നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ആവും. എന്താണ് സൗണ്ട് ഒക്കെ? കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണെന്ന് പറഞ്ഞു. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ വീൽസ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. റേറ്റ് എങ്ങനെയാ വരുന്നത്? 3,10 കൊടുക്കാം. 3,10 2016 മോഡൽ മഹീന്ദ്ര KUV. ലോണൊക്കെ ഫുൾ ലോൺ കിട്ടും. ബാക്കി പ്രൊഫൈൽ പോലെയാണ്. എടുക്കുന്നൊക്കെ നല്ല വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പണിയില്ല. ഓക്കെ, ലോ ബഡ്ജറ്റ് വണ്ടികളിൽ ഓട്ടോ 2006. ഓക്കെ, LX ആണോ? LX. AC പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാൻ 2006 മോഡൽ പറഞ്ഞേ. 2006 മോഡൽ ഓട്ടോ LX AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പേപ്പർ ഒക്കെ ഏത് വരെയുള്ള? പേപ്പർ 2027 വരെ പേപ്പർ ഉണ്ട്. എടുക്കുന്നൊക്കെ എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കുന്നുണ്ടാവും? നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 ഇനിയും കുറയോ? ചില്ലറ എന്തെങ്കിലും. സ്ഥലക്കടുത്ത് ലോ ബഡ്ജറ്റ് വണ്ടി 2008 സാൻഡ്രോസിംഗ് അലവിലൊക്കെ ഉള്ളത്. GLS എന്നുള്ള വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്. അതെ. 2 പവർ വിൻഡോസും വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇത് 85,000 നമ്മൾ ഇട്ടിരുന്നത്. ഈ പ്രാവശ്യം 80-ന് കൊടുക്കാം. 2008 സാൻഡ്രോ 28 വരെയാണ് പേപ്പർ ഉള്ളത്. 28 വരെ പേപ്പർ. അത്യാവശ്യം വൃത്തിയുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ്. ലോണൊന്നും കിട്ടൂലല്ലോ? ലോൺ കിട്ടും. 2008 മോഡൽ സാൻഡ്രോസിംഗ്. അടുത്തത് ഇയോണ് 2013 ഇത് മാഗ്ന പ്ലസ് ആട്ടാ. ഓക്കെ, മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷന്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയല്ല? റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് 1,65-ന് കൊടുക്കാം. 1,65 2013 മാഗ്ന പ്ലസ് ആണ്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എന്തെങ്കിലും പെട്രോളിന്റെ കായ് കുറച്ച് കൊടുക്കാൻ പോവാൻ. 800 cc അല്ലേ ഉള്ളൂ? അതെ, മൈലേജ് ഉണ്ട്. ഓക്കെ, ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സാൻഡ്രോ അല്ല ഇയോണ് 800 cc. സ്ഥലം അടുത്തത് ബ്ലാക്ക് ടവേറ 2008 വരെ പേപ്പർ. അടിപൊളി വണ്ടി. കാരിയർ ഒക്കെ ഉള്ള 4 ടയർ നോക്കിയാ പുതിയ ടയറാ. 4 പുത്തൻ കരിപുത്തൻ ടയർ. കരിപുത്തനോ? അതെന്താ സാധനം? അത് ഭയങ്കര ഞങ്ങള് പറഞ്ഞ കരിപുത്തൻ ടയർ. അല്ല, ഞങ്ങൾ കരിപുത്തൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പുതിയ ഏതെങ്കിലും മറ്റേ MRF ഒക്കെ വരുന്നത് ബ്രാൻഡ് വയ്ക്കുന്നത്. ഇപ്പൊ കിലോമീറ്റർ എന്താ അവസ്ഥ? കിലോമീറ്റർ അവസ്ഥ ഇതിന്റേത് 1,67 ഓട്ടം. ഓക്കെ, സ്വാഭാവികം. അത്യാവശ്യം 18 റേഞ്ചിലൊക്കെ 15-18 മൈലേജ് കിട്ടുന്ന നല്ല സീറ്റർ വണ്ടിയാണ്. അപ്പൊ നിലവിൽ എടുക്കുന്നൊക്കെ വർക്ക് എന്തെങ്കിലും ഒന്നുമില്ല. ഒരു പണിയില്ല. എല്ലാ പണിയും കഴിഞ്ഞാണ്. ആ ടയർ നോക്കി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ്. വില എങ്ങനെയാ? വില നമുക്കൊരു 1,80-ന് കൊടുക്കാം. 1,80 2008 2028 പേപ്പർ. നല്ല പറയൂലേ? സ്ഥലം അടുത്തത് 2011 സ്പാർക്ക്. LS ആണോ LT ആണോ? LS എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോസ് വരുന്നുണ്ടാവും.
ഇപ്പൊ നിലവിൽ വണ്ടി കണ്ടീഷൻ ഒക്കെ നല്ല ഏശൊക്കെ വർക്കിംഗ്, ഒരു സാധനം വർക്കിംഗ് ഇല്ല. ഓക്കെ 2011 സ്പാർക്ക് ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയില് 80 ഇതിലിട്ടിരുന്നേ. ഓക്കെ ഇനി നമുക്കൊരു 70 കൊടുക്കാം. സെൻട്രൽ ലോക്കാണ്. ഓക്കെ 70,000 രൂപയ്ക്ക് 2011 സ്പാർക്ക് അല്ലേ എടുക്കുന്നൊക്കെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വർക്കും ഇല്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ വില വണ്ടിയില്ലേ? അടുത്തത് ഹോണ്ട സിറ്റി 2008 ഡോൾഫിന് GSI എന്നുള്ള വേരിയന്റ്. 2028 പേപ്പർ. AC പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് കേട്ടാ. ഓക്കെ വണ്ടി ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്ത് അപ്പൊ അതിനെ കൊണ്ട് വണ്ടി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങളിൽ ഉണ്ടാവില്ലേ? വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ വിട്ടു കൊടുക്കാം നമുക്ക്. ഓക്കെ പെട്രോൾ 1.5 വരുന്ന വണ്ടിയാണ്. ഏകദേശം 1.40 കൊടുക്കാം നമുക്ക്. 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. സ്ഥലങ്ങൾ റേറ്റ് 1.40 പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഇനിയും കുറയോ? എന്തായാലും ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കാന്നല്ലേ? ഓക്കെ അടുത്തത് വാഗണാർ 2009 മോഡല്, പുതിയ പേപ്പർ, 2029 പേപ്പർ. ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാ? സിംഗിൾ ഓണർ വണ്ടി കേട്ടാ. VSI എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഒരൊറ്റ ആൾ ഉപയോഗിച്ച വണ്ടി. 15 കൊല്ലം. ഓക്കെ 29 വരെ പേപ്പറിലെ വണ്ടിയല്ലേ? അതെ. പുതിയ റിന്യൂവൽ എടുത്തിട്ടുണ്ട്. വേറെ എടുക്കുന്ന അപാകതകൾ ഒന്നുമില്ല. അയാൾ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. സിംഗിൾ ഒരു 15 കൊല്ലം ഒരാൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടെടുക്കുന്ന ആളാണ്. അതെ അതിനുള്ള ഒരു ക്വാളിറ്റി വണ്ടിക്കില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വസിച്ചെടുക്കാൻ പറ്റൂലേ? ധൈര്യമായിട്ട് എടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1.45 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ ഇപ്രാവശ്യം നമുക്ക് 1.35 കൊടുക്കാം. സ്ഥലം അടുത്ത് 2015 പിന്നെ ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റ് ഇട്ടാ. ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റ് വണ്ടി. കിലോമീറ്റർ 55,000 ഓട്ടിയിട്ടുള്ളൂ. മെയിൻ ഗ്ലാസിന്റെ മുകളിൽ ഒരു ക്രാക്ക് ഉണ്ട്. അത് മാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റാതെ വേണം. അത് നമ്മളൊന്നും റീപ്ലേസ് ഇല്ല വണ്ടി മേലെ. അപ്പൊ അതാണ് നമ്മൾ മാറ്റാത്തത്. ഇത് മാറ്റാൻ 5 റുപ്യ മാറ്റി കിട്ടും. 7 സീറ്റർ വണ്ടിയാണ്. മാറ്റിയിട്ട് കൊടുക്കും ചെയ്യാം. 7 സീറ്റർ വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ വരുന്നത്. 2 റുപ്യ ലോൺ കിട്ടും. 2 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടാവും. 2 കിട്ടുള്ളൂ. 2 ലക്ഷം രൂപ 2.25 കിട്ടും. നമ്മൾ 2.5 ഇതിന് ചോദിക്കണേ. ഓക്കെ സാധാരണ 2.5 2015 വണ്ടിക്ക് ലോൺ കയറുന്ന ഞാൻ ചോദിച്ചത്. അത് ലോൺ കിട്ടും. ഡാറ്റ്സന് ലോൺ കിട്ടുന്ന വണ്ടിയാ. ഓക്കെ ഇപ്പൊ റേറ്റ് നിങ്ങൾ ചോദിക്കുന്നത് 2.5 ആണ്. സെക്കൻഡ് ഓണർ 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. മെയിൻ ക്ലാസ്സിൽ റാക്കുകൾ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ആവറേജ് അബൌട്ട് ടയേഴ്സ് കാണുന്നുണ്ട്. 15 റേഞ്ചിൽ സ്ഥലം അടുത്തത് റിറ്റ്സ്. ഇത് 2009 പുതിയ പേപ്പർ, 2029 വരെ പേപ്പർ. VXI ആണ്. പിന്നെ 1.4 ഓട്ടം ഉണ്ട്. 1,04,000 ഓട്ടം. ഇത് നമുക്ക് ഇപ്പൊ റിന്യൂവൽ എടുത്തതാണ്. RC എത്തിയിട്ടില്ല. RC എത്തും. അങ്ങനെ കൊടുക്കാം. നമുക്ക് ഈ ലെവലിൽ കൊടുക്കാം. ഒരു 1.80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള. അതിലൊന്നും കുറയില്ല കേട്ടോ. ഫൈനലാണ്. ഫൈനൽ എമൗണ്ട് 1.80 അല്ലേ? നമുക്ക് 2ന്റെ മേലെ വില അയക്കണം. 2 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട്. നഷ്ടത്തിൽ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അത് ഈ പേപ്പറിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ കുറച്ചവിടെ കെട്ടുന്നത്. ഇപ്പോഴാണ് ആ പേപ്പർ ക്ലിയർ ആയി വണ്ടി ബ്ലോക്ക് ആയി. ഇനിയിപ്പോ നമുക്ക് ആ വിലക്ക് വെക്കാനും കഴിയില്ല. നമ്മളത് അന്ന് 2-2.25 ചോദിച്ചിട്ട് വണ്ടിയായിരുന്നു. പിന്നെ RC കിട്ടിയില്ല. പാർസെല്ലാം കിട്ടി. എല്ലാം പേരിൽ ഇതായി. റിന്യൂവൽ കഴിഞ്ഞു. ഇത് 2010-11 ലോഗാണ്. ഡീസൽ അല്ലേ? ഡീസൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചോണ്ട് കഴിഞ്ഞ നമ്മൾ 1 റുപ്യ ഇതിന് ഇട്ടീനെ വില. ഡീസലാണ്. മഹീന്ദ്ര റിനോൾട്ടിന്റെ കൊളാബറേഷനിൽ ഇന്ത്യയിൽ വന്ന വണ്ടിയാണ്. 24 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിലവില് 1 ലക്ഷത്തിന് പുറത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എടുക്കുന്ന AC പവർ സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും. ഇതിനെ പറ്റി ഈ ലോഗനെ പറ്റി അറിയുന്ന ആൾക്കാർ ഇത് എടുക്കുള്ളൂ. അത് ഉപയോഗിച്ച ആൾക്കാര് അത്യാവശ്യം സ്പേസും ഉണ്ട്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. സ്പെയർ കുറച്ച് അന്വേഷിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല അത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സ്പെയർ മാരുതിന്റെ മാതിരി പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. മാരുതിന്റെ കിട്ടുള്ളൂ. ഇപ്പൊ 2010 ലോഗൻ എന്താ വില? നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് 2010 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ശരി, ഡിസ്കൗണ്ട് ആണ്. ഓക്കെ അടുത്തത് 2012 ആൾട്ടോ LXI. 2012 ആൾട്ടോ LXI ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് കവർ മാറ്റിയപ്പോ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ആണ്. ഇതിനുള്ളിൽ ഇരിക്കുമ്പോ തന്നെ ഒരു പ്രത്യേകത നോക്കിയേ. സീറ്റൊക്കെ നോക്കി നിങ്ങള്. പിന്നെ LCD ഉണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് ഉണ്ട്. ഓക്കെ ചെറിയൊരു ആംബിയന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് അത്യാവശ്യം പണി എടുത്തിട്ടുണ്ടല്ലേ? 2012 മോഡൽ അൾട്ടോന് 4 പുതിയ ടയറും കാണുന്നുണ്ട്. എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1.60 കൊടുക്കാം. 1.60 ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. സ്ഥലം അടുത്തത് 2010 അൾട്ടോ LXI. KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. LXI അല്ലേ?
അതെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് എല്ലാം വർക്കിംഗ് പേപ്പർ റിന്യൂവൽ ഒക്കെ എന്നാ വരുന്നുണ്ടാവുക റിന്യൂവൽ 2025 ലാസ്റ്റ് ഒരു വർഷത്തോളം പേപ്പറിന് ഉണ്ടാവും ഇപ്പൊ നല്ല കണ്ടീഷൻ ഒക്കെ എന്താ സ്ഥലം നല്ല കണ്ടീഷനാ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ നല്ല നമ്മളിവിടെ ആള് ഒരു പ്രായമുള്ള ആള് കുറെ കാലം ഉപയോഗിച്ച വണ്ടിയാണ് ഓക്കെ 2010 മോഡൽ ഓൾട്ടോ LS നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് അല്ലെ പാർക്കിംഗ് വണ്ടിയാണോ അല്ല നമ്മളെ വണ്ടിയാണ് ഓക്കെ എന്താ റേറ്റ് എത്ര പിന്നെ ഇത് 1.25 ചോദിച്ചിരുന്നത് ഇനി നമുക്ക് 1.15 കൊടുക്കാം 1.15 2010 മോഡൽ ആൾട്ടോ LS അല്ലേ അടുത്തത് 2007 മോഡൽ ആൾട്ടോ 2007 LS AC പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്ന വണ്ടി തന്നെയല്ലേ എല്ലാം വർക്കിംഗ് ഓക്കെ 2027 വരെയാണോ 28 വരെയാണ് പേപ്പർ ഉള്ളത് 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് AC പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് നല്ല സീറ്റ് അടിപൊളിയാണ് എടുക്കുന്നൊക്കെ എന്തെങ്കിലും ഒരു പണിയില്ല ലോ ബഡ്ജറ്റ് വണ്ടി ഓക്കെ എത്ര റേറ്റ് എത്ര ഇത് നമ്മൾ ഇവിടെ ഉറുപ്പിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 80 കൊടുക്കാം 80 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഓഫർ റേറ്റ് ആക്കി ഓഫർ ആക്കിയതാണ് ഓക്കെ അടുത്തത് 2013 മോഡൽ വാഗണർ VXI സെക്കൻഡ് ഓണർ കേട്ടാ ഓക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ 82,000 കിലോമീറ്റർ കുറെ വണ്ടി ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ഉണ്ടോ പ്രശ്നമാക്കണ്ട അതെ ഇത് LS ആണോ VXI ആണോ VXI എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടാവും AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസിന്റെ കൂടെ ബാക്ക് വൈപ്പറും വരുന്നുണ്ടാവും ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നേരം 2013 മോഡൽ വാഗണർ 265 കൊടുക്കാം 265 2013 വാഗണർ 2.5 റേഞ്ചിൽ ലോൺ ഇട്ട സാധ്യതയുള്ള വണ്ടിയാണ് പ്രൊഫൈലുള്ള പോലെ K സീരീസ് എഞ്ചിൻ 15 റേഞ്ചിൽ മൈലേജും വിശ്വസിച്ചെടുത്തൂടെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ സ്ഥലം അടുത്തത് 2012 പൂണ്ടോ ഏത് ഫുൾ ഓപ്ഷന് ഇമോഷൻ പാക്ക് 90 കമ്പനി അലോയ് വീൽസ് ബാക്ക് വൈപ്പർ സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് ഓണർ ആട്ടാ ഏതാ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ചാവി ഒക്കെ ഉള്ള വണ്ടിയാണ് കറക്റ്റ് ഓട്ടവും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ഉള്ള വണ്ടി കേട്ടോ 4 ടയർ പുതിയതാണ് 4 പുത്തൻ ടയർ ഓക്കെ മറ്റേ നേരത്തെ പറഞ്ഞ കരിമ്പുത്തൻ ടയർ ഇനി വേറെ കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ നമ്മളെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് സ്വിഫ്റ്റ് റിറ്റ്സ് സ്വിഫ്റ്റിന്റെ അല്ല ഇവരാണ് സ്വിഫ്റ്റിന് ഇഞ്ചൻ കൊടുക്കുന്നത് അതന്നെ എഞ്ചിനാണ് ഇതിൽ മൾട്ടിജെറ്റ് ആണ് ഇനി ഷെവർലയിൽ സ്മാർട്ട് പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു വണ്ടി ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും നിലവിൽ വർക്ക് ഒരു പണിയില്ല അത്രയും പെർഫെക്റ്റ് ആണ് പറപ്പിച്ചാൻ പറ്റിയ സൈസാണ് 2012 പുണ്ട് എന്താ റേറ്റ് സെക്കൻഡ് ഓണർ നമ്മൾ 1.80 കൊടുക്കാം 1.80 ലോൺ എന്തെങ്കിലും പറയാൻ പറ്റും ലോൺ നമുക്ക് ഇപ്പൊ ഇന്നൊരാള് ലോൺ ചോദിച്ചല്ലോ എത്ര ഉറുപ്പ്യ ലോൺ കിട്ടുന്നുണ്ടാവും സ്ഥലം അടുത്തത് ഇത് 2010 ഓട്ടോമാറ്റിക് സ്പോർട്സ് സ്പോർട്സ് വേരിയന്റ് ആകെ ഓടിക്കണ 40,000 കിലോമീറ്റർ കേട്ടാ 40,000 കിലോമീറ്റർ സ്ഥലം 2010 മോഡൽ ആയിട്ടാണ് 40,000 കിലോമീറ്റർ പറഞ്ഞത് അതെ ജെന്യൂൻ കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ ആണ് കിലോമീറ്റർ സ്പോർട്സ് ഓപ്ഷൻ ആട്ടാ സ്പോർട്സ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കലി 80 ഗിയർ ബോക്സ് ആണ് ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അതെ ബാക്കിക്ക് ഇറങ്ങാത്ത ഗിയർ ബോക്സ് ഏകദേശം ഒരു 11 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും വണ്ടി കേട്ടോ കാപ്പ എഞ്ചിനാണ് വില എങ്ങനെയാ വില നമുക്ക് 2 രൂപ കൊടുക്കാം ലോണൊക്കെ ലോണ് ഇതിമൊരു 1.5 രൂപ ലോൺ കിട്ടും ഇതിപ്പോ മാനുവൽ വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ ഓടോ വണ്ടിയാണെങ്കിൽ ഇത്ര വില ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓടോ വണ്ടിയാണ് നല്ല എന്താ പറയാ നല്ല വണ്ടിയാണ് ആയിക്കോട്ടെ സ്ഥലം അടുത്ത് ഇത് 2016 അമേസ് ഡീസല് സിംഗിൾ ഓണർ ആട്ടാ സിംഗിൾ ഓണർ 1.67 ഓട്ടോ 1.62 വരെ സർവീസ് ഉണ്ട് 2024 8 മാസത്തെ സർവീസ് വരെ ഉണ്ട് എല്ലാ 10ലും സർവീസ് ആട്ടാ 4 പുതിയ യോക്കോമന്റെ ടയറാണ് പുത്തൻ ടയർ കരിമ്പുത്തൻ ടയർ യോക്കോമോ അതിലൊരു 10,000 രൂപന്റെ LCD ഉണ്ട് നിങ്ങളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ 50,000 രൂപ ഉണ്ട് വണ്ടിക്ക് ബോഡിക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു വരുമോ ഇങ്ങോട്ട് വില എത്രയാ വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫൈനലി നമ്മളെ എന്റെ വീഡിയോ കാണുന്ന ആൾക്ക് 4 രൂപ കൊടുക്കാം എന്തായാലും ചില്ലറ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം 4 രൂപ 2016 സർവീസ് സിംഗിൾ ഓണർ ശരി എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതല്ല എങ്ങനെ ഓടി എന്നുള്ളതാണ് പ്രധാനം അതാണ് എല്ലാ 10ലും സർവീസ് ആണ് ഇന്നോവ എന്താ സ്കീം ഇത് 2014 വി ഓപ്ഷനിലിട്ടാ ഇത് നമ്മൾ NOC എടുത്ത് കൊടുക്കാം ആർക്കാണ് അവർ ഏതൊക്കെ വേണമെങ്കിൽ അവർക്ക് NOC എടുത്തിട്ട് കൊടുക്കാം നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും കിലോമീറ്റർ 2 സംതിങ് ഉണ്ട്
ഓക്കെ കറക്റ്റ് കിലോമീറ്റർ ആണോ? അതെ കറക്റ്റ് ആണെന്നാ പറഞ്ഞ സിംഗിൾ ഓണർ ആണ്. അവിടെ സിംഗിൾ ഓണർ ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള കിലോമീറ്റർ അല്ലേ? വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. G4 അല്ല V എന്നുള്ള റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി. അത് ഈ മെയിൻ ഗ്ലാസ് അത് അവിടുന്ന് വരുമ്പോ ഒരു മെയിൻ ഗ്ലാസ് ഉണ്ടാകണം. ഇല്ലാഞ്ഞാൽ അവര് റിയൽ റിയൽ പറയാൻ പറ്റില്ല. ഹൈവേ കയറി കഴിഞ്ഞാൽ ചില്ലടിച്ച് പൊട്ടുന്ന ഒരു മെയിൻ ഗ്ലാസ് നിർബന്ധമാണ് ഈ വണ്ടിക്ക് അധികത്തിനും. അത് ഇതിനും തെറ്റിയിട്ടില്ല. നാളെ 4 കരിപ്പുത്തൻ ടയർ ഉണ്ട്. നിങ്ങളത് നിർത്തിയില്ല. അലവിലൊക്കെ എന്താ ഓഫർ ഉണ്ടോ? ഇത് ഓഫറിൽ തന്നെ നമ്മൾ കൊടുക്കണേ. ഓക്കെ 2014 ഇന്നോവ V ഓഫർ എന്താ? നമുക്ക് 7.75 കൊടുക്കാം. 7.75 NOC എടുത്ത് കൊടുക്കാം. ഇതിപ്പോ മാറ്റുകയാണെങ്കിൽ ഒരു 1.5 രൂപ 1.5 ഒക്കെ ആവില്ലേ? 80 രൂപ മാറ്റി തരാം. ആകെ 80 രൂപ 80 രൂപക്ക് നമുക്ക് വീക്ക്. ആഹാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ റേഞ്ചിൽ കേരളത്തിൽ 2014 കേരള 11 ഉണ്ട്. ആ റേഞ്ചിൽ മാർക്കറ്റിലെ വണ്ടി ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസത്തിൽ 2.5 ലക്ഷം രൂപ വ്യത്യാസം കിട്ടുന്നുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. ഒരു ടച്ചപ്പ് കയറിയില്ല. കറക്റ്റ് കമ്പനി പെയിന്റ്. ഒക്കെ കമ്പനി പെയിന്റ്. സ്ഥലം അടുത്ത് 2013-14 റേസറുള്ള അൾട്ടീസ് G ഓപ്ഷനില് ഡീസല് റിയാട്ടാ. ഓക്കെ കേരളത്തിൽ നമ്പറായ വണ്ടിയാ? നമ്പറായ വണ്ടി. 1.20 ഓട്ടുണ്ട്. ഓക്കെ കിലോമീറ്റർ ജെന്യൂൻ ആണോ? റിയല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇങ്ങനത്തെ വണ്ടിയൊന്നും തിരിക്കും കാര്യമൊന്നും ചെയ്യില്ല ആരും. ശരി. അങ്ങനെ 2013-14 മോഡൽ അൾട്ടീസ് G എന്നുള്ള വേരിയന്റ്. അതെ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നല്ല വണ്ടിയാ. 4 ടയർ ഉണ്ട്. ഓക്കെ എടുക്കുന്ന എന്തെങ്കിലും കാര്യമായിട്ട് ഒരു ഇതുമില്ല. അതേ സമയത്ത് വണ്ടിക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? 4 രൂപ കൊടുക്കും. 4.5 ലക്ഷം രൂപയ്ക്ക് 2013-14 അൾട്ടീസ് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതിന് ഒരു 3.5 ലോൺ കിട്ടും. ലോണും കിട്ടും അല്ലേ? അടുത്തത് ഇത് 2013-14 റേസർ i10 ഗ്രാൻഡ് ആസ്റ്റ ഓപ്ഷനില് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടും ഇതൊക്കെ ഉള്ള KL7 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. കീലെസ് എൻട്രി, എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. കമ്പനി അലോയ് വീൽസ് എല്ലാം കമ്പനി സർവീസിലാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 86 പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ പെട്രോൾ. ഒരു സ്റ്റീരിയോ സ്ക്രീന് കൊടുത്തിട്ടുണ്ട്, ബാക്ക് ക്യാമറ ഉൾപ്പെടെ. നിലവില് കമ്പനി സർവീസിൽ 80 വരെ സർവീസ് ഉണ്ട്. ഇതിന്റെ ഏതോ ഒരു ബമ്പർ മാറ്റിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? വില നമ്മൾ 4 ചോദിച്ചിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഒരു 3.85 എംബിനൊക്കെ കൊടുക്കാം. 3.80 റേഞ്ചിൽ 2013-14 ഗ്രാൻഡ് ആസ്റ്റ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ ഇത് 2014 ഇയോണ് ഇറ പ്ലസ് ഇട്ടാ. 93 ഓട്ടം വണ്ടി. ക്ലീൻ പീസ് വണ്ടിയാണ്. നോക്കി 2014 മോഡൽ ഇയോണ് ഇറ പ്ലസ്. 800 cc ആണോ 1000 cc ആണോ? 800 cc. എന്താ വില? എന്താ സ്ഥലം? വില നമുക്ക് ഇത് 1.25 കൊടുക്കാം. നല്ല വെറൈറ്റി എന്തെങ്കിലും ചെറു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ 1.25 റേറ്റ് പറഞ്ഞിട്ട് ലോണൊക്കെ 1.60 1.70 റേഞ്ചിൽ കേടുന്നുണ്ടാവും. ചെറിയ ഒരു നമുക്ക് നെഗോഷ്യബിൾ ചെറിയൊരു മനോഭാവം ഉണ്ടാവും. ഓക്കെ അടുത്തത് മഹീന്ദ്ര കോണ്ടോ 2012. പിന്നെ ഇതിപ്പോ വർക്കുകളൊക്കെ കഴിഞ്ഞ വണ്ടിയാട്ടാ. ഓക്കെ എല്ലാം വർക്കിംഗ്. 2012 മോഡൽ 7 സീറ്റർ മഹീന്ദ്രന്റെ കോണ്ടോ. അതെ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1.5 ഓടിയിട്ടുണ്ട്. ഓക്കെ 2012 കോണ്ടോന് ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25 2012 മോഡൽ 7 സീറ്റർ വണ്ടിയല്ലേ? ഒരു 10-45,000 രൂപ പണിയൊക്കെ എടുത്ത വണ്ടിയാണ്. ഓക്കെ എന്തിനു പണി തരും? ഇതിന്റെ എഞ്ചിൻ വർക്കുകളൊക്കെ ക്ലിയർ ആക്കിയതാ. ശരി. സ്ഥലം ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ 2 രൂപ ലോൺ കിട്ടും. 2.5 ലക്ഷം രൂപയാണ് വണ്ടിക്ക് റേറ്റ് വരുന്നത്. 25,000 രൂപ 7 സീറ്റർ വണ്ടി ഇറക്കല്ലേ? സ്ഥലം അടുത്തത് 2011 റിഡ്സ് ഡീസൽ LDI KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ ആട്ടാ. ഓക്കെ സിംഗിൾ ഓണർ ആണ്. ഇല്ല നമ്മൾ ഇത് ഇന്നലെ കൊടുന്ന വണ്ടിയാണ്. ഇതിന് ചെറിയൊരു വൃത്തിയാക്കല് 10-15 രൂപേന്റെ പണിയുണ്ട്. അത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 15 രൂപ കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പണി എടുത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കാം. പണി എടുക്കാതെ കൊടുക്കുകയാണെങ്കിൽ ഒരു 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി 1 ലക്ഷം റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. റിച്ച് ഡീസൽ. അതെ 18-20 റേഞ്ചിലും മൈലേജും കിട്ടും. ഇന്നലെ രാത്രി കൊടുക്കുന്നതാണ്. നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോകാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ വൃത്തിയാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 രൂപ. അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാം. സ്ഥലം അടുത്ത് ഇത് 2010 വണ്ടി. ഇതിപ്പോ പുതിയ പേപ്പർ ആട്ടാ.
പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2025 ഇല്ല കേരള വണ്ടി സിംഗിൾ ഓണർ ആട്ടാ. സിംഗിള് 2029 വരെയാണോ 30 വരെയാണോ പേപ്പറിൽ? 2030 വരെ ഉണ്ടാവും. ഓക്കെ 2030 വരെ. ഓക്കെ അടിപൊളി വണ്ടിയാ. VDI ആണ്. ഡീസൽ അല്ലേ? ഡീസൽ സലാങ്ക പുതിയ പേപ്പർ എടുത്തിട്ടുള്ള 2030 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ അപ്പൊ റേറ്റ് എങ്ങനെ വെക്കുന്നത്? റേറ്റ് നമുക്ക് ഇത് 2.5 കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള. ഓക്കെ 4 പുതിയ ടയർ, 4 പുത്തൻ ടയർ ഉണ്ട്, 2 പുതിയ ടയർ, 2 ടയർ ആവറേജ്. അതെ. പിന്നെ LCD ഉണ്ട്, ഒരു ആഫ്റ്റർ മാർക്കറ്റ് LCD ചെയ്തിട്ടുണ്ടല്ലേ. സലാങ്ക അടുത്ത് 2018 ബൊലേറ. പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്ന പവർ സ്റ്റാറിംഗ്, AC ഇല്ല, പവർ സ്റ്റാറിംഗ്, എക്സ്ട്രാ ലോങ് എന്നുള്ള വേരിയന്റ്. അതെ. KL65 സിംഗിൾ ഓണർ ആണ്. ഓക്കെ കിലോമീറ്റർ ഒക്കെ ഓടി? നമ്മളെ അനിയൻ തന്നെ ഓണർ, ഇതിന് ഓണർ. അപ്പൊ അവനിപ്പോ ഗ്യാസിന് ഓടിന വണ്ടിയായിരുന്നു. ഏത് ഗ്യാസ് സപ്ലൈ. ഓക്കെ അപ്പോ അവൻ ഇത് നിർത്തി വെച്ചപ്പോ വെള്ള പെയിന്റ് അടിച്ച് അപ്പോൾ ഇതിന് RC മാറുമ്പോ നമ്മൾക്ക് ഈ പെയിന്റ് മാറ്റി കൊടുക്കാം. ശരി 2018 മോഡൽ ഉണ്ടല്ലേ? 18 മോഡൽ. പേപ്പർ ഒക്കെ എന്ന് വരെ വരുന്ന? അപ്പോ ബ്രേക്ക് ബ്രേക്ക് 6 മാസം കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ട്. ഒന്നും ചെയ്യണ്ട, ഒന്ന് കൈക്ക് കാണിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗം ക്ലിയർ ആണ്. അത്യാവശ്യം ഫുള്ള് പെയിന്റ് അടിച്ച് സ്ഥലം. അപ്പോ 2018 ബൊളോറങ്ങൾ റേറ്റ് എങ്ങനെ വെക്കുന്നത്? റേറ്റ് നമുക്ക് ഒരു 590 കൊടുക്കാം. 590 റേറ്റ്. പുതിയ വണ്ടിക്ക് വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഏകദേശം 11.5, 12.5, 13.5, 14 എന്നൊക്കെ പറഞ്ഞ് വില പോകുന്നുണ്ട്. അപ്പൊ 6 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷെ സിംഗിൾ ഓണർഷിപ്പ് ആണ്, വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 4 പുതിയ ടയർ, റീസോൾ ടയർ ഉൾപ്പെടെ എല്ലാം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വില മാറ്റി കൊടുക്കും. സ്ഥലം അടുത്ത് ഇത് 2014 ZDI സ്വിഫ്റ്റ്. ZDI എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് സെക്കൻഡ് ഓണർ ആട്ടാ. കമ്പനി LIS, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ലേ? പ്ലസിനെ ഉണ്ടാവുള്ളൂ. ZDI പ്ലസിനല്ലേ? ഇത് പ്ലസ് ഇല്ലല്ലോ? ഇല്ല, പ്ലസ് ഇല്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് AC ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതേ സമയത്ത് ഒരു LCD സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 2014 ZDI സ്വിഫ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്ര? നമുക്കൊരു 480 കൊടുക്കാം. 480 2014 സ്വിഫ്റ്റ് ZDI ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ VDI ആണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന റേറ്റ് 4 താഴെയാണ്. ഇത് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ചുകൂടെ. സ്ഥലം അടുത്ത് ഇത് 2010 VDI ഡീസൽ ഇട്ടാ. സെക്കൻഡ് ഓണർ ആണ്. കറക്റ്റ് സർവീസും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും? കിലോമീറ്റർ 170. കറക്റ്റ് സർവീസ് ഉള്ളതാണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ 40. ഓക്കെ 2010 സ്വിഫ്റ്റ് റേറ്റ് എങ്ങനെ വെക്കുന്നത്? ഏത് റേറ്റാ? അത് നമുക്ക് 2.4 കൊടുക്കാം. 2.4 ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് 2010 സ്വിഫ്റ്റിന് 2.4 കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? അതെ. അപ്പൊ നിലവിൽ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു വർക്കില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് 2018 VDI സിംഗിൾ ഓണർ സ്വിഫ്റ്റ് ഇട്ടാ. ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ഡീസൽ ആണ്. ഡീസൽ 18-19 മാത്രമേ സ്വിഫ്റ്റ് ഡീസൽ വരുന്നുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 81. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ. സിംഗിൾ ഓണർ. ഓക്കെ അതേ സമയത്ത് ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാ? അല്ല, ക്ലീൻ പീസ് വണ്ടി. VDI ഇട്ടാ. ഓക്കെ 2018 സ്വിഫ്റ്റ് VDI റേറ്റ് എത്ര വെക്കുന്നത്? നമ്മളത് 6.5 ചോദിക്കണം. എന്തെങ്കിലും ചെയ്തുതരാം. 6.5 ലക്ഷം രൂപ 2018 സ്വിഫ്റ്റ്. സിംഗിൾ ഓണർ. സിംഗിൾ എന്തെങ്കിലും കുറക്കാം. അപ്പൊ ഹീറോ സ്ഥലം ഹീറോ ഓഫറുകളാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ മാതിരി തന്നെ ഇപ്രാവശ്യം അടിപൊളിയാവൂ? കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കാട്ടി ഓഫറാണല്ലോ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞതിലും 5 റുപ്യ 30 റുപ്യ കുറച്ചിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ എല്ലാ വീഡിയോയിലും വണ്ടി പറഞ്ഞത്. അപ്പൊ വണ്ടികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ മതി. മൊത്തം ഡീറ്റെയിലും സ്ഥലം പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു. നമ്മളെപ്പോഴും ഏത് നട്ടപ്പാതർക്കും ഫോൺ എടുക്കൂട്ടാ. ഏത് നട്ടപ്പാതർക്ക് നിങ്ങൾ വിളിച്ചാൽ കൊടുക്കും? ഉറപ്പാ? നിങ്ങളെ രാത്രി അന്നേരം വിളിച്ചിട്ട് ഇന്നലെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ വീഡിയോയിൽ വിളിക്കുമ്പോഴേ എടുക്കുള്ളൂ. ശരി.